നമസ്കാരം. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അതിവേഗം ആധുനികവൽക്കരിക്കപ്പെടുമ്പോൾ ഇവിടെ കാലാവധി കഴിഞ്ഞ നേതാക്കളാണ് കേരളം ഭരിക്കുന്നത് എന്ന് NDAയുടെ തന്നെ സംസ്ഥാന ചെയർമാനായിട്ടുള്ള കെ സുരേന്ദ്രൻ പറയുകയാണ്. കേരളത്തിൻ്റെ ഈ കേരള പദയാത്രയോടനുബന്ധിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലുള്ളൊരു തീരുമാനം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഏകദേശം 1/4 നൂറ്റാണ്ട് മുമ്പുള്ള കാലഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മന്ത്രിസഭയും ജീവിക്കുന്നത് എന്നും വളരെ പഴഞ്ചൻ സമീപനമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നും പറയേണ്ടി വരുന്നു. വയനാട്ടിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടും മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന മന്ത്രിമാരാണ് കേരളത്തിലുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. കേരള പദയാത്ര സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നും കേരളത്തിനുള്ള വിവിധ വികസന പദ്ധതികൾ അന്ന് പ്രഖ്യാപിക്കുമെന്നുകൂടി സുരേന്ദ്രൻ പറഞ്ഞു. അതായത് വീണ്ടും ഒരിക്കൽ കൂടി നരേന്ദ്രമോദി എത്തുകയാണ് എന്നുള്ളതാണ്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണ് എന്നുള്ളൊരു വാദമുണ്ടല്ലോ, ആ വാദം സുപ്രീം കോടതി വിധിയോടുകൂടി പൊളിഞ്ഞുപോയിരിക്കുന്നു. കേന്ദ്രവുമായി ചർച്ച നടത്തി പരിഹാരം കാണണമെന്നാണ് ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയുടെ വിധിയിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. കേരള സർക്കാരിൻ്റെ വീഴ്ച എന്ന് പറയപ്പെടുന്നത് അത് കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം അത് പൊളിഞ്ഞു പാളീസായിരിക്കുന്നു എന്നുകൂടി സുരേന്ദ്രൻ പറയുകയാണ്. സർക്കാർ വരുത്തി വെച്ചിട്ടുള്ള കെടുകാര്യസ്ഥതയാണ് സംസ്ഥാനത്ത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിന് പ്രതിസന്ധിക്ക് കാരണമായി തീർന്നിരിക്കുന്നത്. സപ്ലൈകോയിൽ അടക്കം സാധനങ്ങളില്ല. വിലവർദ്ധനവ് പിടിച്ചു നിർത്തുവാനുള്ള ഒരു മാർഗവും സർക്കാരിന് സാധിക്കുന്നുമില്ല. എന്നിട്ടും ഭാരത് അരി വിതരണത്തെ വരെ തടസ്സപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ളൊരു സംസ്ഥാനം വേറെ ഈ ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്നറിയില്ല. ഇത്രയും ജനവിരുദ്ധമായിട്ടുള്ള സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ കേന്ദ്രം പ്രത്യേക പരിഗണനാ ജില്ലയായി കണക്കാക്കിയിട്ടുള്ള വയനാട്ടിൽ സ്മൃതി ഇറാനി വിളിച്ചു ചേർത്ത ആസ്പിരേഷൻ യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP ആയിട്ട് കൂടി പങ്കെടുക്കാതിരുന്നത്? ഇങ്ങനെ ചിന്തനീയമായ കുറേ ചോദ്യങ്ങളുണ്ട്. ഒരു സംസ്ഥാനം കേരളമെന്ന് പറയപ്പെടുന്ന വികസന പാതയിലേക്ക് കുതിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത പാത തുറന്നു കാട്ടി വികസന നയങ്ങളെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെ ജനങ്ങൾ അറബിക്കടലിൽ കൊണ്ടെറിയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടി വരും. മറ്റു സംസ്ഥാനങ്ങളൊക്കെ വികസന കുതിപ്പിലേക്ക് നടക്കുമ്പോഴും ഇന്നും പഴഞ്ചൻ തത്വചിന്തകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംസ്ഥാനവും അത് ഭരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെ ഈ കാലത്തിന് മുൻപേ സഞ്ചരിക്കേണ്ടവരായി മാറേണ്ട ഘട്ടം കടന്നുപോയി എന്ന് പറയേണ്ടി വരും. ഇത്രയും പഴഞ്ചൻ ചിന്താഗതിയുള്ള ഈ CPMകാരെ ചുമക്കേണ്ടി വന്ന ഗതികേടിലാണ് കേരള സംസ്ഥാനം എന്നുകൂടി ഓർമ്മപ്പെടുത്തേണ്ടി വരും. എന്തിനാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ? ഇവിടെ വയനാട്ടിലാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കിയോ? വന്യമൃഗങ്ങളുടെ സംരക്ഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള എന്തെങ്കിലും മാർഗം സ്വീകരിച്ചിട്ടുണ്ടോ ഇവിടുത്തെ മുഖ്യമന്ത്രിയും വനം വകുപ്പിൻ്റെ മന്ത്രിയുമൊക്കെ? മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ കാണാൻ പോലും സമയമില്ലാത്ത ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു. ജനങ്ങളോട് സംവദിക്കാൻ കഴിയില്ല, ജനങ്ങളോടൊന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയെ കേരളം മുമ്പൊന്നും കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരിടത്തും ഉണ്ടാവില്ല, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും. അത്തരത്തിൽ ഒരു ഗതികെട്ട മുഖ്യമന്ത്രിയും കുറേ മന്ത്രിമാരും മാത്രമാണ് ഈ സംസ്ഥാനത്തെ ഇപ്പോൾ ഇങ്ങനെ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പറഞ്ഞു വെക്കുന്നത്.